ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നടിയിലൊന്നുമല്ല കേട്ടോ, ഇന്ന് ഞാൻ നട്ട കുറേ പച്ചക്കറികളുണ്ട്. അതിന് കുറച്ച് പണികളുണ്ട്. അതിൻ്റെ കോട്ടിൽ കുത്തി കൊടുക്കുക, പുല്ല് പറിച്ച് കൊടുക്കുക, മണ്ണിട്ട് കൊടുക്കുക. അതൊക്കെ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്നാൽ വരി, എൻ്റെ 1 മണിക്കൂർ പണി എടുക്കുന്നുള്ളൂ. ആ പണികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കും കാണാമല്ലോ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാമല്ലോ. എന്നാൽ വരി. ഇതാണ് എൻ്റെ തക്കാളി ഇതാ വലുതായി. ഇനിയിപ്പോൾ കോട്ടിൽ കുത്തി കൊടുക്കണം. അതിനപ്പം വന്നത് കണ്ടില്ലേ, തക്കാളി ഒക്കെ ചാഞ്ഞ് വലിപ്പം കൂടിയായത്. ഇപ്പം തന്നെ കുത്തി കൊടുക്കുന്ന സമയം കഴിഞ്ഞ് ഇതൊക്കെ ചാഞ്ഞ് എല്ലാം ഞാൻ കോട്ടിൽ കുത്തി കൊടുക്കട്ടെ. നിങ്ങളെന്താ പറയുക, കോട്ടിൽ നിന്നാണോ? ഒരു താങ്ങ്. ദേല കർമൂസ് പൂവിടാൻ തുടങ്ങി. കേബേജ് കേബേജ് ആളായി വരുന്നു. കേബേജിക്ക് പിന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുകയൊന്നും വേണ്ട, അങ്ങ് ഉഷാറിലുണ്ടായിക്കോളൂ. ചിലത് അത്ര ഉഷാറില്ല, ചിലത് നല്ലോ നന്നായിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ഇതൊക്കെ ഞാൻ കേബേജ് വിളവെടുത്തിട്ട് രണ്ടാമത് ഉണ്ടാവുകയല്ല കുറ്റിമേല്, അത് പൊട്ടിച്ച് കൊണ്ടുപോയി നട്ടത്. അതൊക്കെ എൻ്റെ ചീര നോക്ക്, ചീര നട്ടതല്ല കേട്ടോ, കോട്ടിൽ നിന്ന് ചീര കഴിഞ്ഞ കൊല്ലത്ത് അങ്ങനെ മുളച്ചുണ്ടായതാ. എൻ്റെ വിത്ത് ഇതവിടെ വെച്ച് ബാക്കിയെല്ലാം ഇവിടെ ചെത്തിക്കോരി. ഒരു കാബേജ് ഇവിടെ ഉണ്ട്, അവിടെ ചുറ്റും മണ്ണിങ്ങനെ വരുന്നത്. ഇതിനും കുത്തി കൊടുക്കണം. ഇത് നിത്യവഴുതനക്കും നിർബന്ധ കോട്ടിൽ, വള്ളിയാണല്ലോ. ഇവിടെ തന്നെ ഒരു റോബസ്റ്റ് ആളായില്ല, ഇനിയുണ്ട് സമയം. ഇനിയും 2 മാസം ഇട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് മൂപ്പെത്താൻ. ഇത് മൂപ്പെത്തി വെട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗം നല്ല വെളിച്ചാവും. 2-3 കൊല കൊത്തിയതിന് ശേഷം ഉണ്ടായ കന്ന് പൊട്ടി മുളച്ച് കൊലച്ചതായത്. ഓരോന്നിനും ഇങ്ങനെ കമ്പ് കുത്തി കൊടുക്കുന്നില്ല. ഇവിടെ ഒരു കമ്പ് കുത്തു, എന്നിട്ട് പിന്നെ അവിടെയും, എന്നിട്ട് കയറ് കെട്ടി കൊടുക്കുക. അങ്ങനെ ഇപ്പം വിചാരിച്ചു ഓരോന്നിനും കൊടുക്കാൻ കഴിയൂല. ഒന്ന് അമർത്തുക. മഴ പെയ്തിട്ടേ നല്ല മണ്ണ് നല്ല താന്നങ്ങ് പോകുന്നുണ്ട്, കുത്തുമ്പോൾ ഉറപ്പ് കുറവാണ്. അത് മതി. ഇനി കയറെടുത്ത് കെട്ടി കാണിച്ചു തരാം. ഇതിങ്ങനെ കെട്ടണം. കത്തിയോട് മുറിക്കട്ടെ ആദ്യം. അതിനായിട്ട് പ്ലാസ്റ്റിക്കൊക്കെ വാങ്ങി വെച്ചതാ. ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ഫിറ്റിൽ കെട്ടിയാലേ ഇനി കുറച്ചും കൂടി നീളം വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നീളം കൂട്ടണം. പിന്നെ വലുത് വെച്ച് കൊടുക്കുക. ഇതായി. ഇനി അതിനും കെട്ടട്ടെ. ഇന്ന് രാവിലത്തെ പരിപാടിയായി. ഇതിന്ന് നടലൊന്നുമില്ല, ഇത് വൃത്തിയാക്കല. ഞാൻ കോട്ടിൽ കുത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കയറുകൊണ്ടാണ് കെട്ടുക. ഇത് തക്കാളി വള്ളിച്ചെടി അല്ലെങ്കിൽ വള്ളിൻ്റെ സ്വഭാവം കാണിക്കും, വേഗം മറിഞ്ഞ് വീണളിയും. ഇതൊക്കെ മൊട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ചെയ്ത പണി എന്താ അറിയോ, കമ്പ് അപ്പറും ഇപ്പറും കെട്ടിയിട്ട് കയറ് കെട്ടിക്കൊടുത്ത്, എന്നിട്ട് നിറയെ ചെറിയ കമ്പ് വെച്ച് കൊടുത്ത് കെട്ടിയ എല്ലാം പൂവിടാൻ തുടങ്ങി ചെയ്യും. കുറച്ച് വലിപ്പം നല്ല വണ്ണും വെച്ച് കണ്ടില്ലേ. അങ്ങനെ ചെയ്താൽ പിന്നെ ഇങ്ങനെ കുഴഞ്ഞു പോകൂല, താഴെ തൊടുകയില്ല, നിലം തൊടൂല, മേലോട്ട് കയറിക്കോളൂ. ഇത് ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ വരുമോ. ആ വരുന്ന സമയത്ത് അന്നേരം എന്തെങ്കിലും ചെയ്യാം. ഇപ്പം തൽക്കാലം ഇങ്ങനെ ചെയ്ത് തക്കാളി കണ്ടോ എല്ലാം കെട്ടിക്കൊടുത്ത്. കുഴഞ്ഞു പോയാൽ താഴോട്ട് പോയാൽ പിന്നെ വളർച്ച നിന്നു പോവും. നേരേക്ക് എന്നെ പിടിച്ച് കെട്ടിക്കൊടുക്കണം. അങ്ങനെ ചെയ്ത് കണ്ടെൻ്റെ തക്കാളി ഇന്നത്തെ പണിയാണ്. രാവിലത്തെ 10 തക്കാളി കൊണ്ടുവന്ന് കുത്തി കൊടുത്തതിന് മഴക്കാലത്ത്. ഇപ്പോഴും മഴക്കാലം തന്നെയാണ്, എന്നാലും നേരത്തെ അത് പിടിച്ചു. കുറേ എണ്ണം പോയതാണ്, ചിലത് പിടിച്ചു. ഇതിപ്പം പൂവിട്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഏലം നട്ടിരുന്നു. നട്ടത് ഇതാണ് അതിൻ്റെ നട്ട കമ്പ്. അതങ്ങ് പോക്കി ഞങ്ങൾ, കാരണം ബാക്കി നിറയെ തൈ വന്ന് കണ്ടോ. തൈ ഇതിന് നിറയെ ചുറ്റും തൈ വരുതാ. ഇനിയും ധാരാളം വരുന്നുണ്ട്. അവിടെ ഒക്കെ കണ്ടോ. ഇപ്പം ഇതങ്ങ് പോക്കി വെളിച്ചുമായി, അതുണ്ടായും ചെയ്യും. പുല്ല് വരുന്നതിന് ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതെൻ്റെ
ഇത്ര ചെയ്തേ കണ്ടോ, ഇവിടെ ഒരു കമ്പ് അവിടെ ഒരു കമ്പ്, എന്നിട്ട് കയറ് കെട്ടിക്കൊടുത്ത് നിത്യവചന അതാ പടർന്ന് വരുന്നേ ഉള്ളൂ, ആളാകുന്നേ ഉള്ളൂ, അന്നേരം തുടങ്ങണത്. ഇതിൻ്റെ പുറകെ നടന്നാലേ ഇത് ഉണ്ടാവുള്ളൂ. ഇതാ വള്ളിയായി വന്ന വള്ളിക്കൊരു സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. നിറയെ അങ്ങോട്ടേക്ക് പടർന്ന് പന്തലിച്ച് മുട്ടുണ്ടായി, പൂവുണ്ടായി, കായുണ്ടായി, എല്ലാം ഉഷാറാവും. ഇതാ കണ്ടോ, ഇവിടം വരെ എത്തി. ഇതൊക്കെ ഞാൻ പ്ലാവിൻ്റെ ഇലയിലെ വിത്ത് മുളച്ച് നട്ടതാട്ടോ, അതേപോലെ കൊണ്ടുപോയി വെച്ചതാ. ഇതെല്ലാം കണ്ടില്ലേ, അത് വഴുതിന അങ്ങനെ ഓരോന്നോരോന്ന് നട്ട് നമ്മളിങ്ങനെ വീട്ടമ്മ വിചാരിച്ചാൽ മതി. ചെറിയ ചെറിയ ഓരോ ദിവസവും 1 മണിക്കൂർ എടുത്താൽ മതി, എന്നാൽ ഇഷ്ടം പോലെ കിട്ടും. ഇത് പറിക്കാനായിപ്പോയി, ഇതങ്ങ് പറിക്കാന്ന് വിചാരിക്കും. പറിച്ചാൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഇതങ്ങ് പറിച്ചെടുത്താൽ ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും, കമ്പ് വലുതാവും. കണ്ടോ, നല്ല ഉഷാറുണ്ട്. ഇവിടെയുണ്ട്. നമ്മൾ ചീരക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, വളർന്ന് വരുമ്പോഴത്തേക്ക് മേലെ പൊട്ടിച്ചു കൊടുക്കണം. ഞാൻ നന്നാക്കുമ്പോൾ ഒരു കർമൂസ് തൈ ഇവിടെ കണ്ട്, അപ്പോൾ അതവിടെ വെച്ചതാ. പുല്ല് പറിക്കുമ്പോൾ ഇത് നമുക്ക് ഉഷാറാക്കാം. ഇതൊക്കെ നനക്കാൻ കൊണ്ടേ വെച്ചത്. എന്താ ഇപ്പം ഈ ഭാഗത്ത് പണി ഇതാ. ഇനി ഇവിടെ ഒക്കെ നടണം, എന്തെങ്കിലും നട്ട് പിടിപ്പിക്കണം. ഇത് നിത്യവഴുതന നട്ടതാ. നിത്യവഴുതന നട്ടിട്ട് കോട്ടിൽ കുത്തി കൊടുക്കേറ്റ് പോയത് കണ്ടോ, അങ്ങ് പോയിട്ടുണ്ട്. നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നിത്യവഴുതൻ്റെ വള്ളിക്കൊരു മുള്ളുണ്ടാവും കണ്ടോ, ഒരു മുരുമുരിയായിട്ടുള്ള മുള്ള ഇവിടെ നിന്നുണ്ട്. ഇതാ വേറൊരു നിത്യവഴുതന ഇവിടെ നട്ടിതാ. ഇതിൻ്റെ ഇല കണ്ടോ, ഇതിൻ്റെ ഇല ഇത്രയും വീതി വെക്കൂ. ഉഷാറായി വരികയാണെങ്കിൽ ഈ വീതി വരും. ഞാനിവിടെ ചീമക്കൊന്നൻ്റെ ഒരു കോട്ടിൽ കുത്തി കൊടുത്തിനി. ഇതാ അതിമേലെ കൂടെ പടർന്നെന്നാ. ഇവിടെ ഇതാ ഇതൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം. നിലത്തൂടെ പടർത്തിയൂടാ. ഇതാണ് അതിൻ്റെ ഇല. പുല്ലൊക്കെ നിറഞ്ഞ് കിടക്കുന്നത്. ഇവിടെ പൂവിടാനും തുടങ്ങി. ഇതാ നിത്യവഴുതന പൂവിട്ട് വളർന്ന് ഉഷാറായി വരുന്നേ ഉള്ളൂ. അന്നത്തിനേ പൂവിടാനാണ് തുടങ്ങി. ഞാൻ ഇതിനൊക്കെ കോട്ടിൽ കുത്തട്ടെ എന്ന് കാണിച്ചു തരാം. കോട്ടിൽ കുത്തി ഇതാട്ടോ, ഇങ്ങനെ കുത്തി ഇതാ അങ്ങോട്ട് കെട്ടിക്കൊടുത്ത്. ഇനി ഇത് രാജാവായിട്ട് വളരും, കാരണം അത്രക്കും സൗകര്യമാക്കി കൊടുത്തിന്. ഇനി സൗകര്യം പോലെ ഉണ്ടാവാണ്ട് നിൽക്കണ്ട, അത്രക്കും സൗകര്യമാക്കി. ഇതുണ്ടോ, ഇത് ഉഷാറായി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഇലക്ക് നല്ല വീതി വരുന്നത്. ഇതാ നല്ല വീതി വരികയാണെങ്കിൽ അങ്ങ് അടിപൊളിയായിട്ടുണ്ടാവും. ഇതാ 1 2 ഇവിടെ ഇതാ 3 ഇവിടെ ഇതാ 4 5. ഈ 5 എണ്ണത്തിനും ഇതാ ഇങ്ങനെ കുത്തി കൊടുത്ത് നല്ല വേരുവാ. ഞാൻ നനച്ചു കൊടുത്താൽ മതിയല്ലോ കുറച്ച് കഴിഞ്ഞിട്ട്. നാളായി വരുന്നുണ്ട്, പൂവിട്ടുന്നുണ്ട്. അതിൻ്റെ അടുക്ക് പൂവുണ്ട്, അതിൻ്റെ ഇടയിൽ കായുണ്ട്. ഇതാ കെട്ടുമ്പോൾ ചെറുതൊക്കെ പൊട്ടിപ്പോയിന്, സാരമില്ല. ഇവിടുന്ന് പുല്ലൊക്കെ പറിച്ച് നേരാക്കണം. ഇനി ഒന്നത്തെ എൻ്റെ പണികൾ നിങ്ങൾ കണ്ടല്ലോ. ഇതാ ഇതൊക്കെയാ ഞാനിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ താഴെ പടുവളച്ചുണ്ടായിട്ടുണ്ട് നിത്യവഴുതനൻ്റെ തൈ കണ്ടോ. 1 2 3 4. ഇപ്പം ഇത് 4 ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് വെളിച്ചത്ത് കൂടി നടട്ടെ. പന്തലൊക്കെ കെട്ടി കൊടുക്കേണ്ടിയല്ലേ. ഇതാ ഇത് കപ്പയാ. ഇതിൻ്റെ അടുത്ത് ഞാൻ പണ്ട് നട്ടതേ പടുവളച്ചുണ്ടായതാ. മഴ പെയ്തപ്പോൾ ഇവിടെ ഞാൻ മണ്ണ് നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങ് നട്ടു കൊടുക്കട്ടെ, എന്നാൽ പിന്നെ ഇതിമേലൊക്കെ കയറ്റി കൊടുക്കാമല്ലോ. ഇതാ ഇവിടെ കൊണ്ടുവന്ന് നട്ട് എല്ലാം കൊട്ട് അടിയോടുകൂടി ഇളക്കം തട്ടാത്ത രീതിയിൽ നട്ട്. ഞാൻ ഇന്ന് എപ്പോൾ രാവിലെ 1 മണിക്കൂറൊക്കെ പണിയെടുക്കും. ആ പണിയെടുക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വീഡിയോ പിടിച്ചത്. ഇതിപ്പോൾ എൻ്റെ കൂർക്കയാ, ഒരു വരി അങ്ങ് നട്ടതാ, വരമ്പ് പോലെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കും, പുല്ല് പറിച്ചു കൊടുക്കും. മെയിനായിട്ട് അതാ, പുല്ലങ്ങ് പറിച്ചാൽ തന്നെ മതി. അതിനുള്ള വളം അതിനെന്നെ കിട്ടിക്കോളും, പുല്ല് തിന്ന് തീർക്കൂലല്ലോ. പിന്നെ മണ്ണ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇത് ഇനി ഞാൻ ഇന്നിത് വൃത്തിയാക്കി. ഇനി ഞാൻ എൻ്റെ ഏലം നന്നാക്കി കാണിച്ചു തരാം. എൻ്റെ ഏലം കണ്ടോ, ഏലം ഞാൻ മഴക്കാലത്ത്, മഴക്കാലം എന്ന് പറഞ്ഞപ്പോൾ മഴക്കാലം തന്നെയാണ്, നല്ല അടിഞ്ഞ മഴയത്ത് ഇങ്ങനെ കുറച്ച് പറിച്ച് കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് നട്ടതിനൊന്ന് ഇവിടെ അതിപ്പോൾ ഒന്ന് ആളാക്കി കൊടുക്കുക. മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഉണ്ടായി. വേറെ മുളച്ച് വന്നാൽ ഉറപ്പിക്കുക അതുണ്ടായി തന്നെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ മണ്ണിട്ട് കൊടുക്കണം. ചുറ്റും പുല്ലൊക്കെ പറിച്ച് മണ്ണിട്ട് കൊടുത്ത് ഇവിടെ ഒന്ന്
ഇവിടെ ഇതാ ഒന്ന് കണ്ടോ ഉഷാറായിട്ടുണ്ടായത്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് നല്ല ഒരു ആരോഗ്യം കിട്ടും. രാവിലെ നടക്കാനൊന്നും പോവേണ്ട, ഒരു എക്സസൈസുമാണ്. 2 തരമുണ്ട്. ഒന്ന് ഉഷാറ മനസ്സിനൊരു ഉല്ലാസവുമാണ്. പിന്നെ ഇതൊക്കെ വൃത്തിയാവും, പറമ്പും വൃത്തിയാവും. അങ്ങനെ നല്ല സുഖം. നമുക്ക് ഇതൊക്കെ ആളായി എടുക്കുക. ഏലം വിളവെടുപ്പുകൾ കണ്ടില്ലേ, ഞാൻ കാണിച്ചില്ലേ, ഇതങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ ഒരിക്കലും പുല്ല് വെക്കൂല. പുല്ലെല്ലാം പറിച്ച് കളയും. പുല്ല് പറിച്ച് കളയുന്നത് എനിക്കൊരു വീക്ക്നെസ്സാണ്. മഴ പോയാലും നനയ്ക്കൊരു അത്ര മതി. വളമൊന്നുമില്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താലും തന്നെ നന്നായിട്ട് കായ്ക്കും. ഇത് കണ്ടോ, ഇതിന് ഞങ്ങൾ പിന്നെ പാൽച്ചേമ്പ് എന്നറിയും, നിങ്ങൾ പിലാത്തിച്ചേമ്പൊക്കെ അതിന് കുറേ പേര് പറയുക. ഇത് ഞാനൊരു വിത്തിട്ട് കൊടുത്തതിന് ചുറ്റും ഇങ്ങോട്ട് ഉണ്ടായിട്ട് ഞാൻ മണ്ണ് കൂട്ടി കൊടുക്കും. മണ്ണ് കൂട്ടി കൊടുക്കൽ മെയിനാണല്ലോ. അപ്പോൾ ഈ പ്രത്യേകിച്ച് മണ്ണ് കൂട്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല എക്കൽ മണ്ണാണ്, നല്ല മണ്ണാണ്. ഇവിടെ മരമൊക്കെ ചോലടിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ ഇത് കാണാത്തത്, ഇലയൊന്നും കാണാത്തത്, അതെല്ലാം അടിഞ്ഞ് കൂടി അതൊക്കെ കൂടിയായിട്ട് വളമായി മാറിയതാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. ഇവിടുത്തെ മണ്ണിൻ്റെയും പ്രത്യേകത വയനാടാണ്. നിങ്ങൾ പറയും പോലെ വയനാട്ടിൽ എന്തും ഉണ്ടാവും. ഞങ്ങളതുപോലെ കളിച്ചിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞത് ശരി തന്നെ, കുറച്ചൊക്കെ ശരിയാണ്. പിന്നെ ഞാനില്ലേ, ഇതെൻ്റെ കപ്പയാണ്. എൻ്റെ കപ്പ കണ്ടോ, ഞാൻ നിലത്ത് കപ്പ നടൂരാന്ന് ഞാൻ ഉറപ്പിച്ച കേസാണ്. പക്ഷെ എനിക്ക് ആ സമയമാകുമ്പോൾ എന്തെങ്കിലും 2 എണ്ണം നിലത്ത് നടണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. അങ്ങനെ 4 എണ്ണം 4 വേറെ നട്ടിട്ടുണ്ട്. അപ്പുറത്തൊക്കെ കുറേ കേടുന്നു പോയി. ഇത് ഈ ചാക്കിൽ നമ്മൾ കപ്പ നടുകയാണെങ്കിൽ പ്രത്യേകത എന്താ അറിയോ, ഈ കമ്പൊക്കെ ഞാൻ മുളപ്പിച്ച ആളായിട്ടാണ് ചാക്കിൽ നടുന്നത്. അപ്പം നമ്മൾ കേട് വന്ന് തിരിയും. ഇത് ഞാൻ കേട് വന്ന് തിരിയാണ്ടങ്ങ് നട്ടു കൊടുത്തിന്. അങ്ങനെ കുറച്ചെണ്ണം കേടെന്ന് പറിച്ച് ചാടി. ഇപ്പം ആകെ ഉണ്ടായത് 4 എണ്ണം. നോക്ക്, മണ്ണൊക്കെ കൂട്ടി കൊടുത്ത് പുല്ലൊക്കെ പറിച്ച് കാണാം. പെരിച്ചാഴികൾ ഇങ്ങനെ എന്നെക്കാളും നിരീക്ഷിക്കുന്നുണ്ട്, ആളായോ എന്നുള്ളത് നോക്കി നടക്കുക. ഇപ്പം ഞാനും എന്ന് നോക്കൂ, 2 മത്സര. അവിടെ കുറച്ച് മാന്തിയെ കണ്ട് ഞാൻ മണ്ണിട്ട് കൊടുത്തിന്. എനിക്ക് ധൈര്യം പോരാ. പക്ഷെ വേറൊരു ഗുണമുള്ള, ഇവിടെ പന്നിയൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ, പന്നിയൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇവിടെ വരുന്ന പെരിച്ചായ ഭയങ്കര. ഇപ്പോൾ ഇത് കണ്ട, ഈ കപ്പയൊന്നും പൂവിട്ടുണ്ടാ, ഇതൊന്നും കേടുന്നില്ല. ഇതൊക്കെ നല്ല അട വെച്ചിന്. ഇനി ഇതെന്താ അറിയോ, ഇതെൻ്റെ ചീരച്ചേമ്പ് ഞാൻ ഇങ്ങോട്ട് മാറ്റി നട്ട് ആളായി. കണ്ടില്ലേ എന്താ ഉഷാറ്, ഇത് തയ്യ ചോട്ടിലൊക്കെ കണ്ടോ ഉണ്ടായത്. മണ്ണ് കൂട്ടി കൊടുക്കുക, അന്ന് മണ്ണ് കൂട്ടി കൊടുക്കുന്ന ദിവസമാണ്. മണ്ണും കൂട്ടി കൊടുക്കുക, കോട്ടിലുത്തി കൊടുക്കുന്ന ദിവസമാണ്. അപ്പം നിങ്ങളെയും കൂടി കാണിച്ചാൽ അതൊരു പ്രചോദനമായിട്ട് ഞാൻ എൻ്റെ ചെടിക്കും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതായിട്ടാന്ന് തന്നെ പറയുക. കണ്ടോ ചീരച്ചേമ്പ് ഉണ്ടായി, കണ്ടോ എന്താ സൂപ്പറിലുണ്ടായത് ചീരച്ചേമ്പ്. ഇതൊക്കെ ഞാനിങ്ങനെ മാറ്റി നടലാണ്. എനിക്ക് ചീരച്ചേമ്പിൻ്റെ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതവിടെ കണ്ടോ, ഇതൊക്കെ ഇപ്പം ഇന്ന് മണ്ണൂട്ടി കൊടുത്തതാ. പുല്ല് അതിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങും, എല്ലാം കൂടി ഇതാകും അത്. ഈ കപ്പല്ലേ, ഈ കപ്പൻ കുറച്ച് കഴിഞ്ഞാറേ നട്ടത്. അവിടെ ഒരു കപ്പ നട്ടീനു, അത് പിന്നെ കേടുന്നു. ഇതാ പറിച്ചങ്ങ് ചാടി. കണ്ടോ 2 എണ്ണം പറിച്ച് ചാടി. അങ്ങനെയുണ്ട്. എനിക്ക് പരാജയമുണ്ട്. വിജയം മാത്രങ്ങളെ കാണിച്ചാൽ പറ്റൂലല്ലോ. എനിക്ക് പരാജയമാണ്. കുറേ ഞാൻ പറിച്ച് ചാടി. ഇതിൽ ഇങ്ങനെ കേട് ഇലക്ക് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചതാ. എൻ്റെ ഇപ്പം നടാൻ സമയം വഴുതിന. കാരണം നട്ടുപോയാൽ നനക്കണ്ട, പുറകെ നടക്കണ്ട, നല്ല സുഖമാണ്. ഇവിടെ വഴുതിന നട്ട്, ഇവിടെ നട്ട്. ഇതിൻ്റെ മണ്ണിൻ്റെ കളറൊക്കെ ഇതൊക്കെ പുല്ല് പോക്കണം. ഇതൊക്കെ പുല്ല് കോരിങ്ങിട്ടതാ ഞാൻ എല്ലാം. ഇവിടെ കാടേനു, ഞാൻ നന്നാക്കിയതാ. ഈ കപ്പ എങ്ങനെയുണ്ട്? ഇതിനൊരു പുള്ളിക്കുത്ത് കാണുന്നുണ്ട്. എങ്ങനെയാലും ഞാൻ ഇതിനെ പറിച്ച് കളഞ്ഞില്ല. ഇത് ഞാൻ മണ്ണൊക്കെ കൂട്ടി കൊടുത്തിന്. കണ്ടോ, ചിലതിനൊന്നുമില്ല. ഇവിടെ കണ്ടോ ഈ കപ്പ, ഇത് പരാജയല്ലേ. ഇതെന്താ അപ്പം ഇത് ചെയ്യണ്ടേ? ഇവിടെ നിർത്തിയാണ് ഞാൻ. ഇത്രയും വലുപ്പം വെച്ചില്ലേ, ഞാനിവിടെ നിർത്തിയതാ. നോക്കാം, കുറച്ചുകൂടിയും കാക്കും ഞാൻ. കുറച്ചും കൂടി ഞാൻ കാത്തു നോക്കൂ എങ്ങനെയാണോ അല്ല പോക്ക് എന്നുള്ളത്. അതിനനുസരിച്ച് പിന്നെ ഞാൻ എൻ്റെ കോട്ടിൽ കുത്തിയ കണ്ടു. എന്താണെന്നറിയോ, പച്ചച്ചീരങ്ങ നീളത്ത് നട്ടു കൊടുത്തതാണ്. എനിക്കൊരു ഇത്തിന സ്ഥലം കണ്ടാൽ അത് ഞാൻ വിടൂല. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ചീരെങ്കിലും കൊണ്ടുപോയി അങ്ങോട്ട് ചീരി കൊടുക്കും. ഉണ്ടാവട്ടെ നേർച്ചയും ചീരയൊക്കെ നല്ലതാണ്. ഞാനിങ്ങനെ നടുന്നതെന്ന് വെച്ചാൽ വിത്ത് കിട്ടും. നിലത്ത് ഞാൻ ചീര നട്ടിട്ടുണ്ടെങ്കിൽ വിളവെടുക്കാൻ എന്തോ ഒരു മടിയാണ്. പക്ഷെ എന്നാലും സ്ഥലം ഉണ്ടല്ലോ. ഇതിലൂടെ ഒന്നും നായ്ക്കളൊന്നും ഓടലുണ്ടാവില്ല.
വരിയിലങ്ങ് നട്ടു കൊടുത്ത് മഴ കാരണം തെളിഞ്ഞിക്കുന്നുണ്ട്, തെളിഞ്ഞ് വരിക, തെളിഞ്ഞ് ഇനി ഇവിടെ നടണം, ഇവിടെ എന്തോ നടണം, തയ്യാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കർമൂസ് നട്ടതിരുന്നു ഇവിടെ. കർമൂസ് ഇങ്ങനെയുള്ള ഹൈറ്റ് വെക്കാത്ത കർമൂസാന്നൊന്നും ഞാൻ നോക്കിയില്ല, ഞാനൊന്നങ്ങ് നട്ടുന്നേ ഉള്ളൂ. നട്ടു വെക്കുമ്പോൾ നോക്ക് എൻ്റെ അത്ര വെത്തിയിട്ടൊന്നുമില്ല, അന്നത്തിലേക്ക് നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാ. ഞാൻ ചാക്കിൽ നിറയെ കരിയില കുത്തി നിറച്ച് ചാക്കം കിടത്തി നടുവിൽ ഹോൾസ് ഉണ്ടാക്കി കപ്പ നട്ട്. ഇപ്പം അടുത്ത് നട്ട എൻ്റെ ചാനലിലുണ്ട്, ഇവിടെ നോക്കി ഉണ്ടായത് ഷെയറായി കണ്ടോ. ഞാൻ ഈ മരത്തിൻ്റെ ചോട്ട് വെച്ച എന്താ അറിയോ, കെട്ടിയിടണം, കുറച്ച് ഞങ്ങൾ മറിഞ്ഞ് വീണു പോകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ ഈ ഹോൾസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ബീൻസ് നട്ട്, ബീൻസ് കായ്ക്കുന്ന നോക്ക്, ബീൻസ് ഇതാ ഒന്ന് ഇവിടെ, ഇതാ ബീൻസ് നട്ടിന്, ഓരോന്ന് നട്ടതാ, ഇതാ കായ്ച്ചിട്ടോ, ഇതിലൊക്കെ ബീൻസ് ഇവിടെ ഇതാ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചാക്കിൽ നട്ട് ചുറ്റും എന്തെങ്കിലുമൊക്കെ താൽക്കാലികളെ പച്ചക്കറിയൊക്കെ നടാം. കപ്പ ആളാകുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിയും. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെയ്തതെല്ലാം, എന്നെ കൂട്ടിൽ കുത്തി കൊടുത്തതും മണ്ണിട്ടതും പുല്ല് പറിച്ചതും അങ്ങനെ എല്ലാം ഞങ്ങളെ കാണിച്ചിട്ട്, എൻ്റെ കുറച്ച് പച്ചക്കറികളും കണ്ടില്ലേ, എല്ലാം ഞങ്ങളെ കാണിച്ചത്. അത് പ്രചോദനമായിട്ട് നിങ്ങളും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്നാൽ ശരി, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും തന്നാൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.